രാജഗുരുവിൻ്റെ പിറന്നാളിന് രാജാവ് സമ്മാനമായി നൽകിയത് രത്നം പതിച്ച ഒരു മനോഹരമായ കത്രികയായിരുന്നു. സമ്മാനപ്പൊതി തുറന്നു നോക്കി ഗുരു ഇങ്ങനെ പറഞ്ഞു: പ്രഭു, ഇത്തരമൊരു സമ്മാനമല്ല ഞാൻ പ്രതീക്ഷിച്ചത്. ഇതിലും നല്ലത് ചെറിയ ഒരു തുന്നൽ സൂചി തരുന്നതായിരുന്നു. രാജാവ് കത്രികയുടെ മേന്മകളെക്കുറിച്ച് വർണ്ണിക്കാൻ തുടങ്ങി. ഗുരു പറഞ്ഞു: മുറിച്ചു മാറ്റാൻ ഉപകരിക്കുന്നവയേക്കാൾ കൂട്ടിച്ചേർക്കാൻ ഉപകരിക്കുന്നവയാണ് എനിക്കേറെ ഇഷ്ടം. മനസ്സിൻ്റെ മുറിവുകൾക്ക് ആഴവും വേദനയുമേറും. മുറിവുകൾ എത്ര വേഗത്തിൽ ഉണങ്ങിയാലും അവ ഉണ്ടായ നിമിഷവും ഉണ്ടാക്കിയ ആഘാതവും അത്ര വേഗം മറക്കില്ല. ആരുടെയും വേദനിപ്പിക്കുന്ന ഓർമ്മകളിൽ സ്ഥാനമില്ലാതിരിക്കുക എന്നത് തന്നെ ജീവിതത്തിൻ്റെ ശ്രേഷ്ഠതയാണ്. സന്തോഷിപ്പിക്കാനും അത്ഭുതപ്പെടുത്താനും എല്ലാവർക്കും കഴിഞ്ഞെന്നു വരില്ല, പക്ഷേ മുറിപ്പെടുത്താതിരിക്കാൻ കഴിയും. ചില ബന്ധങ്ങളെ മുറിച്ചു മാറ്റി കഴിയുമ്പോഴാണ് ചിലർക്ക് അവരുമായി ബന്ധപ്പെടുവാൻ ഇടയായിത്തീരുന്നത്. ബന്ധം സ്ഥാപിക്കുവാനും നേട്ടങ്ങൾ കൊയ്യുവാനും അത് മുഖാന്തരം സാധിക്കും. അപരൻ്റെ ഇഷ്ടങ്ങളെ സ്വന്തമാക്കുന്നവരും അനിഷ്ടങ്ങൾ അവർക്കുമേൽ അടിച്ചേൽപ്പിക്കുന്നവരും വേദനകളുടെ നിർമ്മാതാക്കളാണ്. മറ്റൊരാളുടെ വ്യക്തിജീവിതത്തിലുള്ള നമ്മുടെ ഇടപെടൽ അവരുടെ തുടർ പ്രയാണങ്ങൾക്ക് തടസ്സമാകുന്നെങ്കിൽ നമ്മൾ ഒരു കത്രികയാണ്. അന്യൻ്റെ ജീവിതം കഷണങ്ങളാക്കി മുറിക്കുന്ന ക്രൂരമായ കത്രിക. വെട്ടിമുറിക്കാനും വെട്ടിയൊരുക്കാനും കത്രികകൾക്ക് സാധിച്ചെന്നു വരാം, പക്ഷെ കൈകാര്യം ചെയ്യുന്നവൻ്റെ മനോനിലയ്ക്കനുസരിച്ച് പ്രവർത്തിക്കാനേ അതിന് ശേഷിയുള്ളൂ. സൂചിയുടെ യാത്ര തനിച്ചല്ല, നൂലിൻ്റെ അകമ്പടി ഉണ്ടാകും. തുന്നിച്ചേർക്കാനും സുഖപ്പെടുത്താനും അതിന് സാധിക്കും. കടന്നുപോകുന്ന വഴികളിലെല്ലാം ഏൽപ്പിക്കുന്ന ചെറിയ നൊമ്പരങ്ങളെക്കാൾ സൗഖ്യത്തിൻ്റെ സാധ്യതകൾ പകർന്നാണ് ഓരോ സൂചിയും സഞ്ചരിക്കുന്നത്. വേർപെട്ടു പോയവയ്ക്കെല്ലാം വീണ്ടും ഒരുമിക്കണമെങ്കിൽ കൂട്ടിച്ചേർക്കാൻ ഒരു സൂചിയായ നമ്മൾ വേണം. മുറിവുകൾ ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയാം, ഒരു പരിശീലനവും അതിന് വേണ്ട. എന്നാൽ മുറിവുണക്കാൻ പ്രയത്നവും പരിശീലനവും ആവശ്യമാണ്. മറ്റുള്ള വ്യക്തികളുടെ ബന്ധങ്ങളെ മുറിച്ചു മാറ്റി നാം നേടുന്ന നേട്ടങ്ങളൊന്നും ശാശ്വതമല്ല. ഒരു വ്യക്തിയെ മറ്റൊരു വ്യക്തിയിൽ നിന്നും അടർത്തി മാറ്റി മുറിച്ചു മാറ്റി നേടുന്ന ഒരു അനുഗ്രഹവും ശാശ്വതം ആകുകയുമില്ല. ദൈവം ആഗ്രഹിക്കുന്നത് തകർന്നിരിക്കുന്നവരെ ബന്ധിപ്പിക്കുക, സ്നേഹത്തോടെ അവരെ ഒന്നിപ്പിക്കുക, ദൈവകൃപയിൽ നിൽക്കുക.